ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഭയങ്കര സ്നോ ആയിരുന്നെന്ന്. അപ്പം ആ സ്നോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, സ്നോ അങ്ങനെയൊന്നും വിട്ടുപോകൂല ഇവിടെ നിന്ന്. ഇനിയുണ്ട് കുറച്ച് സ്നോ കേട്ടോ. പക്ഷെ ഇന്നലെ നല്ല അത്യാവശ്യം നല്ല കട്ടിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയം ഉച്ചയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സ്നോ പോകുമല്ലോ. പിന്നെ ക്ലീൻ ചെയ്യുന്ന ചേട്ടന്മാർ വന്നിട്ട് റോഡ് വൃത്തിയാക്കും. അപ്പോൾ അതും കഴിഞ്ഞു. ഞാൻ ഉറങ്ങിപ്പോയി. സാരില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക്. മഞ്ഞത്ത് നല്ല സമൂസയും ചിക്കൻ പക്കോടയും പിന്നെ കാപ്പി എന്താ ഫോക്കസ് ആവാത്തെ കാപ്പി. അപ്പം ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോണേ. ആക്ച്വലി രാവിലത്തെ ഫുഡല്ല ഇത്. ഞാൻ ഓൾറെഡി 2 മുട്ട കഴിച്ചു. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 11:30-12 മണിയായി ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഇത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് കടയിൽ പോകണം. പിന്നെ ചോറ് ഓൾറെഡി ഉണ്ട് ഇന്നലത്തെ, പക്ഷെ എനിക്കതിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഇത് കഴിക്കാം. എന്താ കുക്ക് ചെയ്യുന്നത്? ചിക്കൻ വെച്ചു. തൽക്കാലത്തേക്കൊന്ന് മാഗി ആക്കിയത്. ഇതാക്കണം. എന്ത് ക്യാബേജ് മോരിയാടി. ഗൈസ്, അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നോർമലി ഞാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ആക്കിയിട്ടാണ് പോവാറ്. എപ്പോഴും ഇതൊന്നും സാധിക്കാറില്ല. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഷർട്ടാണ്. പക്ഷെ ഇതിപ്പോൾ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ജാക്കറ്റ് ഇടുമല്ലോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. മഞ്ഞൊക്കെ ഓൾറെഡി പോയി. കാണിച്ചിരുന്നത് കണ്ടോ, മഞ്ഞൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. കുഴപ്പമില്ല. നമ്മൾ നേരത്തെ എണീക്കണമായിരുന്നു, പക്ഷെ നമ്മൾ എണീറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ബോറാണോ? ഇത്ര വേണ്ടല്ലേ, ഇച്ചിരി കുറച്ചാലും. ഇല്ലല്ലേ, കുഴപ്പമില്ല. ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇവിടെയൊക്കെ മഞ്ഞ് ഓൾറെഡി അലിഞ്ഞു, കട്ടയായി. പക്ഷേ കട്ട മാറി അലുത്ത് തീർന്നു. ഇത് കണ്ടോ, ആ ഒരവസ്ഥയായി. തണുപ്പ് കുറഞ്ഞു കേട്ടോ. മഞ്ഞ് വന്ന് ഇങ്ങനെ ഉരുകിപ്പോയതല്ലേ, അതുകൊണ്ട് എല്ലാം ഒരുമാതിരി വെള്ളം പിടിച്ച് രീതിയിലാണ് നിൽക്കണത്. നാട്ടിലിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെ ഉണ്ടാവും അതേമാതിരി. വീട് താണ്ടത് അവിടെ ആയിട്ടാണ് വരുന്നത്. അടുത്താണ് ഇതിൻ്റെ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ്
ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൽദിയുണ്ട്, റവയുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മേ സീനാട്ടോ ഇവിടെ ക്രോസ് ചെയ്യാൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഹൽദി ഇവിടെ അടുത്താണ്. പിന്നെ അപ്പുറം റവയുണ്ട്. റവ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ഹൽദിയാണ് കുറച്ച് ചീപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ മെട്രോ അവിടെയൊക്കെ പൈസ കുറവാണ്. ഹൽദിയിൽ സാധനങ്ങളൊക്കെ കുറേ കാലിയായിരുന്നു, അതുകൊണ്ട് ഞാൻ റവയിലേക്കാണ് വന്നത്. അവിടെ നോക്കുമ്പോൾ ഒരു ബ്ലൂമൻ സാലാഡിൻ്റെ ഒരു ബോക്സ് ഇരിക്കുന്നു. പൂക്കളൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ ആർക്കറിയാം. പിന്നെ ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ബ്രെഡ് സെക്ഷൻ. പിന്നെ ഞാൻ ഈസ്റ്റ് മേടിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ കിട്ടുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ എല്ലാം കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഗരം മസാല എടുത്തു. സാധനം മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വന്നപ്പോൾ എന്തായിരുന്നു പോകാൻ നോക്കൂ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. കഷ്ടം. വീട്ടിൽ ചെന്നിട്ട് ഇനി കാണാവേ. ഇപ്പൊ ഒന്നും കാണൂല ഈ ഇരുട്ടത്ത്. ഗൈസ് അപ്പം ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് 2-3 സാധനങ്ങൾ മേടിച്ച സാധനങ്ങളെല്ലാം ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. പക്ഷെ എനിക്ക് 2-3 സാധനങ്ങൾ നിങ്ങൾ കാണിച്ചു തരണമെന്ന് തോന്നി. എന്നോട് പലരും ചോദിച്ചു ഇവിടെ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. തലയിൽ തേക്കണത് ഓയിൽ ഏതാണെന്നാണ് കേട്ടോ. കുക്കിംഗ് ഓയിലല്ല, തലയിൽ. ഞാനിതാ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് റവയെന്നാണ്. അതുപോലെ തന്നെ അത് DM-ലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ കിട്ടും കോക്കനട്ട് ഓയിൽ. ആ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞാൻ മേടിച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ കട്ടയായിട്ടായിരിക്കുമല്ലോ ഈ കോക്കനട്ട് ഓയിൽ ഇപ്പോൾ ഇരിക്കണത്. ഈ എണ്ണ എന്ത് ചെയ്യും, കുറച്ചെടുക്കും, എന്നിട്ട് ഇങ്ങനെ കുറച്ച് ചൂടാക്കി ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഒരു ഇളം ചൂടോടെ മാത്രമാണ് തലയിൽ തേക്കുള്ളൂ. അല്ലാണ്ട് ഈ തണുപ്പ് ഈ കട്ടയോടെ തേച്ചിട്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറ് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇതൊരു കാര്യം ഞാൻ കാണിച്ചു തരണമെന്ന് തോന്നി. പിന്നെ എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ മസാല എല്ലാം ഉണ്ട്. ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെ എല്ലാ മസാലയും ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഗരം മസാല. അപ്പം ഞാൻ റവയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഗരം മസാല ഇങ്ങനെ കാണാൻ തോന്നുന്നു. അപ്പം ഈ ഗരം മസാല അപ്പം ഞാനിത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നല്ലതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇത് ഗരം മസാല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം റവയിൽ അത് കണ്ടപ്പം എനിക്ക് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ തോന്നി. പിന്നെ അടുത്തൊരു കാര്യം, ഞാനിങ്ങനെ കുറേ റീലിലൊക്കെ കാണുന്നുണ്ട് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈസ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈസ്റ്റ് കുറേ തപ്പി. ബേക്കിംഗ് പൗഡറിൻ്റെ ബാക്ക് പുള്ളുറന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റിന് എന്താണ് ജർമ്മനിൽ പറയാമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഗൂഗിളൊക്കെ തപ്പി ഞാൻ കണ്ടുപിടിച്ചു. ഹെഫെ എന്നാണ് പറയുക. ഇങ്ങനെ ഇത് നല്ല പൈസ കുറവാണ് ഇതിന്. ഇത് ഞാൻ മേടിച്ചായിരുന്നു, HEFE. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും അറിയാത്തത്, എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ശൂന്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് പ്രോമിസ് ചെയ്തപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം, എന്നും എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവർ എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ്, അതിപ്പം നെഗറ്റീവായിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കാം, രണ്ടാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് നെഗറ്റീവ് കേൾക്കുമ്പോഴാണല്ലോ നമ്മുടെ കുറവുകൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വളരെ സന്തോഷം നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ 1 മാസത്തോളം ലീവിനാണ്. അപ്പോൾ ഈ ലീവ് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ തിയറിയിൽ ഒക്കെ ബുദ്ധിമുട്ട് വരുമെന്ന്. അതായത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിന് ബാധിക്കുമോ, അഡ്മിഷൻ ക്യാൻസൽ ആവുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ.
അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു റിപ്ലൈ തരാം. അതായത് നമ്മൾക്കിപ്പോൾ ഹൗസ് ബിൽഡിംഗ്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ 2100 തിയറിയും 2500 പ്രാക്ടിക്കലുമാണ് വരുന്നത്. അതിൻ്റെ 10% നമുക്ക് ലീവ് ആവാൻ പറ്റും. അതായത് 210 തിയറിയിലും 250 പ്രാക്ടിക്കലും. അപ്പം നിങ്ങൾക്കിപ്പോൾ 6 ആഴ്ച നിങ്ങൾ ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത്രയും ഫെയിൽസ് ആയിട്ട് വരും. പക്ഷേ 210 മണിക്കൂർ വരെ നമ്മൾ സേഫാണ്. അതുപോലെ 250 മണിക്കൂർ വരെ സേഫാണ്. അതിന് ശേഷമായിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. ഇപ്പം ഞങ്ങളുടെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം നമ്മളെ പുറകിലേക്ക് ഇരുത്തും ഈ ഒരു അറ്റൻഡൻസ് ടാലി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഭവം. പിന്നെ നമ്മൾ ചുമ്മാ ഒന്നും ഈ 6 മാസം ലീവ് എടുക്കത്തില്ലല്ലോ. അത്രയ്ക്കും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലാണ് നമ്മളിങ്ങനെ ലീവ് ഇവർ തരുക. പിന്നെ അത് നമ്മൾ ലീവ് എടുക്കുന്നത് ഇവിടുത്തെ ഹൗസ് ആർട്സിനെ കാണിച്ച് നമുക്ക് ആർബൈറ്റ് ഉൺഫേഹിക്കൈറ്റ് ബഷേനിക്കും ആവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതൊക്കെ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു തരും. നമുക്കിത് ലീവാണെന്നുള്ളതിനെ കുറിച്ചെടുത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഹൗസ് ബിൽഡിംഗ് ഫുള്ളായിട്ട് ക്യാൻസലായി പോകത്തൊന്നും ഇല്ല. പിന്നെ ഈ ലീവ് ആവുന്ന സമയത്ത് നമുക്ക് സാലറി അടക്കം കിട്ടും. പക്ഷെ 6 മാസത്തിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഫ്ലേഗിൽഡ് ആയിരിക്കും. അത് നമ്മുടെ സാലറിയുടെ ഒരു 70 to 90% ആയിരിക്കും നമുക്കത് കിട്ടും. അത് എത്ര മാസം കിട്ടും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഫ്ലേഗിൽഡ് ആണ് നമുക്ക് ഫ്ലേഗിൽഡ് അല്ല ക്രാങ്കൻഗിൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.